അപ്പോൾ ഇന്ന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായാലോ. എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള മുടിയാണ് കേട്ടോ, ഒട്ടും ഉള്ളില്ലാത്ത മുടിയാണ്. അപ്പോൾ ആ മുടിയിൽ എണ്ണയും കൂടെ തേച്ച് കുളിച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴിവാലും അല്ല കിടക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് ഉണങ്ങി സെറ്റായിട്ട് വരണം, മുടി ഒന്ന് വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വാച്ച് കണ്ടോ, ഇത് ഏറ്റവും ലോ കോസ്റ്റിലുള്ള വാച്ചാണ് കേട്ടോ. പിന്നെ ഈ വാച്ചിന് 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വാച്ച് വാങ്ങിച്ചത് കേട്ടോ. ഒരുപാട് കൂടിയ വാച്ച് വാങ്ങിച്ചാലും ഈ 2 വർഷത്തെ വാറൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ വാറൻറ്റിയൊന്നും കിട്ടില്ല, പിന്നെ കളറൊക്കെ അങ്ങ് ഫെയ്ഡായി പോകും. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? ഇത് എൻ്റെ ചുരിദാറല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഈ പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ചുരിദാർ നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് കളയാതെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ എനിക്ക് ഡ്രസ്സ് കൊടുത്തു വിടാറുണ്ട്. അതുപോലെ എൻ്റെ ഡ്രസ്സൊക്കെ ചെറുതാകുമ്പോൾ ഞാൻ ഇതുപോലെ ആരെങ്കിലും അർഹതപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ ഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഒരു കമ്മലുണ്ടായിരുന്നതാണ്. ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കമ്മലായതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇട്ട് നോക്കി. പക്ഷേ ഞാൻ എപ്പോഴും ഈ ഹെവി ആയിട്ടുള്ള കമ്മൽ ഇടാത്തതുകൊണ്ട് എനിക്ക് അത്ര ഒരു സ്യൂട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ അതങ്ങ് മാറ്റിയിട്ട് ഞാൻ എൻ്റെ കമ്മൽ തന്നെ എടുത്തിട്ടു. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വലിയ കമ്മലൊക്കെ ഇടുന്ന. അവർ പറയും അമ്മ വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ രാജകുമാരി പോലെ ഇരിക്കുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും വലിയ കമ്മലിടാറില്ല. എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ, അങ്ങനെ ഫംഗ്ഷന് പോകുന്നത് തന്നെ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ പോകാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും നേരത്തെ കാപ്പി കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ആഹാരം കഴിക്കാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയായിരുന്നു. അതിനെന്തേ കുറച്ച് നേരം ബൈബിൾ വായിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോവാൻ ഇറങ്ങി കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാമേ.